നമസ്കാരം. മൺ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി തോംസൺ. ഇന്ന് നമ്മോടൊപ്പം ടോപ്പ് ടോക്കിലുള്ളത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ 33ാമത്തെ റാങ്ക് നേടിയ അമ്പിളിയാണ്. സ്വാഗതം അമ്പിളി. നമസ്കാരം. അമ്പിളി ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. എവിടെയാണ് ട്രിവാൻഡ്രത്ത്? എവിടെയാണ്? ഓക്കെ. അപ്പോ കുറച്ചു നാളായോ നമ്മൾ ഈ PSC പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ 2017 സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2017 അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. 2.5 വർഷം പഠിച്ചിരുന്നു. ഒരു പ്രൊഫഷണൽ ഡിഗ്രി നേടിയ ഒരാളാണ് അല്ലെ? എനിക്ക് തോന്നുന്നു ബിടെക് ആണ് പഠിച്ചത്. അതെ. ബിടെക് ഏതായിരുന്നു? ഏത് ട്രേഡ് ആയിരുന്നു? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഓക്കെ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ഒരാള് PSCയിലേക്ക് തിരിഞ്ഞു. എന്തെങ്കിലും കാരണമുണ്ടോ? അത് പ്രത്യേകിച്ച് ബിടെക് പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് അതിനോടുണ്ടായിരുന്നില്ല. ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു ഗവൺമെന്റ് ജോബ് വേണം എന്നുണ്ടായിരുന്നു. അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ. അപ്പൊ ബിടെക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു PSC പഠനത്തിലേക്ക് ഇറങ്ങിയത് അല്ലെ? അപ്പൊ അങ്ങനെ ഇറങ്ങിയ സമയത്ത് അതിന് പ്രത്യേകം എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ, ആരുടെയെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രചോദനം ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ, ടീച്ചേഴ്സോ, അങ്ങനെ ആരെങ്കിലും? അത് എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. പുള്ളി സർവീസിലുള്ള ആളാണ്. അപ്പോ ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ LD സമയത്താണ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അപ്പോ അപ്ലൈ ചെയ്യണം, 6 മാസം പഠിച്ചാൽ മതി, അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, ഒരു കോച്ചിങ് സെന്ററിലേക്ക് പോകുന്നത്. പഠനം തുടങ്ങിയത്. ഓക്കെ. അപ്പോ ഒരു ഇൻസ്പിറേഷൻ കസിൻ ബ്രദർ തന്നെയായിരുന്നു. ബ്രദറിന്റെ പേരെന്ന് പറയാമോ? പേര് അനീഷ്. അപ്പൊ എന്തായാലും വളരെ നന്ദി പറയണം അനീഷ് ചേട്ടനോട്. കാരണം ഈ ഒരു റാങ്ക് കരസ്ഥമാക്കാൻ ആദ്യത്തെ ഒരു പാത ഇട്ട് തന്നത് അനീഷ് ചേട്ടൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പോ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു, ബിടെക് കാരിയാണ്. ഓക്കെ. അപ്പോ ട്രിവാൻഡ്രത്തെ ഒരു നേച്ചർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ഇത് പറയുന്നില്ല, നമ്മൾ കുറച്ചും കൂടെ ഗ്രാമപ്രദേശത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അതായത് നാട്ടുകാരിൽ നിന്നാണെങ്കിലും വീട്ടുകാരിൽ നിന്നാണെങ്കിലും ഒരു സപ്പോർട്ടിന്റെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പരിധി വരെ അറിയാം. അപ്പൊ എങ്ങനെയായിരുന്നു പിന്നെ അമ്പിളിക്ക് നാട്ടുകാരിൽ നിന്നുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് എന്തായാലും സപ്പോർട്ട് ഉണ്ടായിരുന്നു കാണും, നാട്ടുകാരിൽ നിന്ന് എങ്ങനെയായിരുന്നു ഒരു റെസ്പോൺസ് കിട്ടിയിരുന്നത്? അത് ഒരു ജോലി ഇങ്ങനെ പറയുമായിരുന്നു, PSC കിട്ടാൻ ഒരുപാട് വർഷങ്ങൾ പ്രയത്നിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ സപ്പോർട്ട് ഇപ്പം കുറെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് പെൺകുട്ടിയും കൂടെ ആണ്, അപ്പൊ കല്യാണം പെട്ടെന്ന് അല്ലെങ്കിൽ ടൈം ഇങ്ങനെ പോവും, ഏജ് പോവും, അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഫാമിലിയിൽ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നീക്കാൻ പറ്റിയത്, ടൈം കിട്ടിയത്. ഓക്കെ. അപ്പൊ ആ പറയുന്നത് കേട്ടിൽ നിന്നും ഒന്നും തളർന്നിട്ടില്ല എന്നതാണ് സത്യം അല്ലെ? അപ്പൊ അവിടെ ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മള് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് നേടാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അമ്പിളി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരുപാട് ലിസ്റ്റുകളിൽ പെട്ടിട്ടുണ്ട് അല്ലെ? അതെ. അപ്പൊ അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന LD ആണ്. അത് റാങ്ക് ഉണ്ടായിരുന്നു, 1300 റാങ്ക്. അതായിരുന്നു. പിന്നെ കമ്പനി ബോർഡ് റാങ്ക് 2400 ആ ഒരു റേഞ്ചിലായിരുന്നു. പിന്നെ പോലീസിന് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലാബ് അസിസ്റ്റന്റ് റാങ്ക് 112. പിന്നെ യൂണിവേഴ്സിറ്റി അമ്പിളി ആ റാങ്ക് ഒന്ന് എടുത്തു പറയാമോ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 33ാമത്തെ റാങ്ക്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പിളി പറയുമ്പോഴൊക്കെ. അതായത് ഒരു ഓർഡർ അനുസരിച്ചാണ് പറയുന്നത്. 3000-ൽ നിന്ന് 2000-ലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് പതുക്കെ 112-ലേക്ക് വരുന്നു, പിന്നെ 33-ലേക്ക് വരുന്നു. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത്
ചിലർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ചിലപ്പോൾ ലിസ്റ്റിൽ പെട്ടാൽ പോലും ജോലി കിട്ടാതെ വരുന്ന അവസ്ഥയിൽ അവർ പിന്തിരിഞ്ഞ് മാറാറുണ്ട് ഈ ഒരു ഇതിലേക്ക് വരാതെ. പക്ഷെ അവിടെയൊന്നും തളരാതെ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് ആ ഒരു റാങ്കിന്റെ ആ ഒരു ഇറക്കം അല്ലെങ്കിൽ ഇറങ്ങി വരുന്നത് നല്ല രസകരമായിട്ട് അമ്പിളി അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോ ഈ 33ാമത്തെ റാങ്ക് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, വേറെ എക്സാം ഒന്നുമല്ല. പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോബായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. എല്ലാവരെയും പരീക്ഷയിൽ എക്സാമില് ഒരുപാട് എന്താ പറയാ വിഷമം കൊടുത്ത ഒരു എക്സാമും കൂടെ ആയിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ആ ഒരു പരീക്ഷയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അമ്പിളി ഈ ഒരു വലിയൊരു വിജയം 33ാമത്തെ റാങ്ക് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഹാറ്റ്സ് ഓഫ് യു, ഒന്നും പറയാനില്ല. കാരണം ആ ഒരു വലിയ റേഞ്ചിൽ നിന്ന് എന്താണ് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു റേറ്റിൽ നിന്ന് എന്ത് ചെയ്തു എത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയമായ 33ാമത്തെ റാങ്കിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഒന്നും പറയാനില്ല അമ്പിളി. അപ്പോ എന്തായാലും ഈ ഒരു 33ാമത്തെ റാങ്കിലേക്ക് വന്നതിന് ഒരു കാരണം ഉണ്ടാവും. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ, ഇതൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് പറയാമോ? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പ്രീവിയസ് അവിടെ കോച്ചിങ് സെന്ററിലെ എക്സാംസ് അങ്ങനെയൊക്കെ ഇടുമായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് ആ ഒരു ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അതിങ്ങനെ പഠിക്കുമായിരുന്നു. അവര് എക്സാംസ് എത്ര പേജ് വെച്ച് അങ്ങനെയൊക്കെ ഇടുമായിരുന്നു. അപ്പൊ അത് ആ ഒരു ബുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു റാങ്ക് ഇങ്ങനെ മാറി വരുന്നതിന് കാരണം അതിന്റെ നമ്മൾ കൊടുക്കുന്ന റിവിഷനാണ്. അപ്പൊ റിവിഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ പുതിയത് പഠിച്ചു പോവാതെ പഠിച്ചതിനെ ഒന്ന് ഉറപ്പാക്കി വെക്കുന്നത് അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ എനിക്ക് തോന്നി റാങ്കിന്റെ വേരിയേഷൻ കാണുമ്പോൾ. അങ്ങനെ റിവിഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആണ് നമുക്ക് ഇതിലൊന്ന് മുന്നേറാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? അങ്ങനെ മണിക്കൂർ കണക്കൊന്നുമില്ല, തോന്നുമ്പോൾ പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. മാത്രമല്ല ടൈം ഉണ്ടായിരുന്നു. ഇപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരിക്കും അവിടെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ പിന്നെ തിരിച്ചു വന്നിരുന്ന് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ലീവ് ഉള്ള ദിവസമുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാൻ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ മണിക്കൂർ അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ ഇട്ട് അങ്ങനെ ടൈം എടുത്തിരുന്ന് പഠിച്ചിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നോ അതോ റൂം സ്റ്റഡി, സ്വന്തമായിട്ടുള്ള റൂം സ്റ്റഡി ആയിരുന്നോ ഇഷ്ടപ്പെട്ടത്? അത് റൂം സ്റ്റഡി തന്നെ ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി അങ്ങനെ നടത്തിയിരുന്നില്ല. എന്റേതാണ് സെൽഫ് സ്റ്റഡി ആയിരുന്നു. സെൽഫ് സ്റ്റഡി ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പോ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഇന്ന ദിവസം ഇന്നത് പഠിക്കണം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ അത് പഠിക്കണം എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും? അത് ഈ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് ഒരു 2-3 മാസം അങ്ങനെ. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ആ ചേച്ചിയും കൂടി ഓൺലൈനായിട്ട് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന ദിവസം ഇന്ന ഇത്രയും ടോപ്പിക്സ്, മണിക്കൂർ കണക്കില്ല, ഇന്ന ദിവസം ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു കുറെ നാളത്തേക്ക്. പക്ഷെ മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ആ എക്സാമിന്റെ ആ ഒരു അതെപ്പോഴും അങ്ങനെയാണ്. എക്സാമിന്റെ നമ്മൾ ആ ഒരു 4-5 മാസം ആ സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഓൺലൈൻ വഴി വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്താണോ പഠിച്ചിരുന്നത് അതോ ടോപ്പിക്സ് പറഞ്ഞിട്ട് സെൽഫ് സ്റ്റഡി ആയിരുന്നു? ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അതായത് ഇന്ന ദിവസം നമ്മൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാം അങ്ങനെ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്. ശരി. അപ്പൊ എന്തായാലും കൂട്ടുകാരിക്കും നന്ദി കൊടുത്തേ പറ്റുള്ളൂ, ഒരു സംശയമില്ല. എന്തായാലും അമ്പിളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ പറഞ്ഞു റൂം സ്റ്റഡി ആണെന്ന് പറഞ്ഞല്ലോ. റൂം സ്റ്റഡി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോ ഈ കോച്ചിങ് സെന്ററിൽ നിന്ന് തരുന്നതും റാങ്ക് ഫയലുകളിലുള്ള നോട്ട്സും അല്ലാതെ അമ്പിളി സ്വന്തമായിട്ട് എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമായിരുന്നോ? നോട്ട്സ് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ഈ വീഡിയോസ് കേട്ടിട്ടുള്ള, അതായത് പ്രത്യേകം പറയുന്നത് അൺ അക്കാഡമിയിലെ മൻസൂർ അലി സാറാണ്. സാറിന്റെ വീഡിയോസ് ശരിക്കും കാണുമായിരുന്നു. അപ്പൊ എന്നിട്ട് സാറിന്റെ വീഡിയോസിൽ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പഠിക്കാനായിട്ട്. സാറിന് നല്ല രീതിയിൽ ഫോളോ ചെയ്തിരുന്നു. അതെ, ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ സാറ് ലാസ്റ്റ് ഇപ്പൊ ഓരോ സെക്രട്ടറിയേറ്റ് വന്നാലും യൂണിവേഴ്സിറ്റി വന്നാലും ഓരോ കോഴ്സ് ആയിട്ട് സാറ് തരുമല്ലോ. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഡെയിലി ഇപ്പൊ വീഡിയോസ് പഠിക്കാനൊക്കെ തരും. എക്സാം ഡെയിലി ഇടും. അങ്ങനെയൊക്കെ ലാസ്റ്റ്
അങ്ങനെയാണ് സാറിനെയാണ് ഫോളോ ചെയ്തത്. പിന്നെ സിജി ബിജു മാമിനെയും ഫോളോ ചെയ്തിരുന്നു ലാസ്റ്റ്. മാം ഇതുപോലെ തന്നെ ഡെയിലി വീഡിയോസ് എക്സാംസ് ഒക്കെ ഇടുമായിരുന്നു. ഡെയിലി എക്സാം എഴുതുന്നത് നല്ലതാണ്. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഇത് ഈ പ്രത്യേകിച്ച് OMR തന്നെ എഴുതുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. വെരി ഗുഡ്. എന്തായാലും മൻസൂർ അൽ സാറും അതുപോലെ തന്നെ സിജി മാമിനും ഒരുപാട് താങ്ക്സ്. കാരണം അൺ അക്കാഡമിയിലെ ശരിക്കും ഊർജം തന്നെയാണ് അവർ രണ്ടുപേരും. അപ്പോ അവരിൽ കൂടെയും അമ്പിളിക്ക് ഒരുപാട് സഹായമായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു മൻസൂർ അലി സാർ ആൻഡ് സിജി മാം. ഓക്കെ, ദെൻ അടുത്തത് ചോദിക്കാനുള്ളത് കുട്ടികൾക്ക് അറിയാവുന്ന എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ TYQ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം അമ്പിളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പം PSC ഏത് രീതിയിൽ മാറിയാലും പ്രീവിയസ് ഇയർ വിട്ടിട്ടൊരു എക്സാം ഉണ്ടാവില്ല. അത് നമ്മൾ എല്ലാവരും എഴുതുന്ന ഒരു കാര്യം തെറ്റിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും റാങ്ക് മേക്കിംഗ് ആയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു കാര്യം പിന്നെയും ചോദിക്കുമ്പോൾ അത് നമ്മൾ എഴുതാതെ പോകുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു ബുക്ക്. അത് കാരണം അതിലിപ്പം ഒരു ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു ഓപ്ഷന്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും ബാക്കി 3 ഓപ്ഷന്റെ കാര്യങ്ങളും ഒക്കെ അതിൽ കാണും. അപ്പോ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫാക്ട്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 100 പേജൊക്കെയാണ് ആ ഒരു ബുക്കില്. അപ്പൊ അത്രയും ഒരുപാട് ഫാക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും ബേസിക് ആയിട്ട് പിന്നെയും വരുന്നത്. അമ്പിളിയുടെ അഭിപ്രായത്തില് TYQ നമ്മൾ ആദ്യം തന്നെ തുടങ്ങണോ? അതായത് ഒരാളിപ്പോ PSC പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ TYQൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അതോ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് TYQലോട്ട് വരുന്നതാണോ നല്ലത്? TYQൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പിന്നെ TYQൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ ഡൗട്ട് വരുന്നത് നമുക്കിപ്പോ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഫുള്ളൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവും, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോ ആ ടോപ്പിക്ക് നമുക്ക് റാങ്ക് ഫയലിൽ റെഫർ ചെയ്ത് അങ്ങനെ പഠിക്കാം. ഇപ്പൊ കോച്ചിങ് സെന്ററിലും അങ്ങനെ ആയിരുന്നു. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്കാണ്, എന്നിട്ടാണ് റാങ്ക് ഫയലിലേക്ക് വരുന്നത്. മൻസൂർ സാറും അത് തന്നെയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ബാങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് റാങ്ക് ഫയലിലേക്ക് പിന്നീട് വരുവാണ് ചെയ്യുന്നത്. അതെ, നമുക്കത് സാർ പറയുന്നതിന് അത് കാര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, PSC എന്താണ്, അല്ലെങ്കിൽ ഓരോ വർഷവും ഏതൊക്കെയാണ് PSC ഏതൊക്കെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സത്യമാണ് അത് പറയുന്നത്. കാരണം നമുക്കൊരു കറക്റ്റ് ഒരു ഫ്രെയിം കിട്ടും അല്ലെ. ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഇലാബറേറ്റ് ചെയ്ത ഒരു ഐഡിയ കാണില്ല ഏതാണ് വേണ്ടത്. അതെ 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 തീർച്ചയായിട്ടും. അപ്പോ ഇതിനകത്ത് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഉറക്കത്തിന്റെ കാര്യമാണ്. ഒരു ദിവസം ഈ പഠിക്കുന്ന ആ സമയത്ത് എനിക്ക് അറിയേണ്ടത് അവസാനത്തെ ആ ഒരു 3 മാസങ്ങൾ അല്ലെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് ഫ്രണ്ടിന്റെ സഹായത്തോടെ പഠിച്ച ആ ഒരു സമയങ്ങൾ എന്താണ്, എത്ര മണിക്കൂറാണ് ഉറങ്ങിയിരുന്നത്? ഉറക്കം അതങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ല. ഇപ്പൊ ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉറക്കം ഇളച്ച് പഠിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അത് ശരിക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ടൈം പഠിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് പകല് സമയം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ആ ഒരു പ്രശ്നമുണ്ട് പഠിക്കുന്ന കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം രാത്രി ഉറങ്ങും, ഒരു 5-6 മണിക്കൂർ ഉറങ്ങുമായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ടാണ്. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം. ഒരുപാട് ഊർജം പകരുന്ന വാക്കുകളാണ്. കാരണം ഈ ഒരു കുറെ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. എന്താണ് അമ്പിളിക്ക്, അതായത് ഈ ഒരു റാങ്ക് നേടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, 33ാമത്തെ റാങ്കാണ് നേടി നിൽക്കുന്നത്, ഒരു ചെറിയൊരു റാങ്കേ അല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ഇനിയിപ്പോ എക്സാം എഴുതാൻ പോകുന്നത്? LP UP എക്സാം വരുന്നുണ്ട്, പ്രിലിംസിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്, എക്സാം അടുക്കുന്നുണ്ട്, ഭയങ്കര ടെൻഷനാണ്. ഇത്രയും അധികം റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടി, എന്നാലും അവർ ടെൻഷനിലാണ് ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് അഡ്വൈസ് ആണ് അമ്പിളിക്ക് കൊടുക്കാനുള്ളത്? ടെൻഷൻ തന്നെയാണ്. പക്ഷെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, മനുഷ്യരാണ്. പക്ഷെ അത് നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ഒരുപാട് ടെൻഷൻ അത് നല്ലതല്ല. പിന്നെ നമ്മളെ മനസ്സിൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ
നമ്മളൊരു ഉറപ്പ് തീരുമാനം എടുത്തിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ജോബ്, ഒരു സെക്യൂർ ജോബ് വേണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് PSC. ഇപ്പം നമ്മൾ അതിനൊരു ടൈം കൊടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കാര്യമാണ്. ആർക്കും കിട്ടാവുന്നതേ ഉള്ളൂ ഈ PSC എന്ന് പറയുന്ന സംഭവം. അപ്പൊ അത് അങ്ങനെ ഉറച്ചൊരു തീരുമാനം ഉണ്ട്. അത് കുറെ ഇപ്പൊ പല സൈഡിൽ നിന്നും പല വിമർശനങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അത് നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് മുന്നോട്ട് പോകാം. പിന്നെ പ്രത്യേകിച്ച് ഈ എക്സാം എഴുതുന്ന ദിവസം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ നോക്കാം. നെഗറ്റീവ് കാര്യങ്ങളൊന്നും വിചാരിക്കാതെ ഇപ്പം ചില മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാം. അങ്ങനെ ഇപ്പം പിന്നെ പ്രാർത്ഥിക്കുക. താൻപാതി ചെയ്യുമ്പോഴാണല്ലോ. അപ്പം പ്രാർത്ഥന നല്ലതാണ്. അതൊരു പോസിറ്റിവിറ്റി കിട്ടും നമുക്കറിയും. അങ്ങനെ മുന്നോട്ട് പോവുക. നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് കൊടുക്കാതെ ഒരു ജോബിനെ സെക്യൂർ ആക്കുന്നവരെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ്. കണ്ടിന്യൂറ്റി എപ്പോഴും കീപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോ അമ്പിളി, ഇതിനകത്ത് ഈ പറഞ്ഞ വാക്കുകളിൽ നിഴലിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം പറയാണ്. നമ്മൾ ചാണക്യ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ആ മടിയുടെ അളവാണ് മനുഷ്യന്റെ ഭാവി നിശ്ചയിക്കുന്നത്. എനിക്കിപ്പോ ഇത് കേട്ടപ്പോൾ അതാണ് തോന്നുന്നത്. കാരണം നമ്മൾ മടി കാണിക്കാതിരിക്കുക, കൃത്യമായിട്ടും ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, അത് പ്രവൃത്തിയിലേക്ക് മാറ്റുക. അതെ. അപ്പൊ ഈ ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഇടയിലുള്ള ആ ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഭാവി നിശ്ചയിക്കുന്നത്. പലരും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എന്ത് ചെയ്യണം, അല്ലെ? തുടങ്ങണോ, ഞാൻ അതെ ഞാൻ തുടങ്ങണോ, തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർ. നമ്മളോട് തന്നെ നമ്മൾ കിട്ടുമോ എന്ന് ചോദിക്കാൻ പാടില്ല. അതെ, സത്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോടും ചോദിച്ചിട്ട് ചിലവര് മറ്റുള്ളവരോടും കൂടെ ചോദിക്കും, എനിക്ക് കിട്ടുമെന്ന്. ഓക്കെ. അപ്പൊ അവര് പറയുന്നത് അനുസരിച്ചിട്ടാണ് അവരുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നത് അവര്. അപ്പോ അതിനൊക്കെ മാറ്റം വരേണ്ട സമയമായി എന്നുള്ളതാണ് അമ്പിളിയുടെ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മളെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് അമ്പിളി. കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചോപ്പ ടോക്കിൽ മറ്റൊരാളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.